ശ്രീനിവാസന്റെ വേർപാട് അത് മലയാളികൾക്ക്, എവിടെയുള്ള മലയാളികൾക്കായാലും, അത് ഈ മലയാളികൾക്കായാലും ഇന്ത്യയിലെ സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെ വിഷമം ഉണ്ടായ കാര്യമാണ്. കാരണം അത്രയധികം നമ്മുടെ നിത്യജീവിതത്തിൽ ശ്രീനിവാസൻ സിനിമകൾക്ക് സ്വാധീനം ഉണ്ടായിരുന്നു നമ്മൾ ഓരോ നിമിഷം മനസ്സിലാക്കും. ഇദ്ദേഹം വേർപിരിഞ്ഞു. ഇന്ന് അതിൻ്റെ സംസ്കാര ചടങ്ങ്, ഫ്യൂണറൽ ചടങ്ങൊക്കെ ഇന്ന് 10 മണിക്ക് ശേഷമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇന്ന് എനിക്ക് വളരെ മോശമായി തോന്നിയത് രണ്ട് നമ്മുടെ മഹാനടന്മാർ, ഇവരും നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നതാണ് ഒരുപാട് പേരുടെ, മമ്മൂട്ടിയും മോഹൻലാൽ. ഇവര് 11 മണിക്ക് ശേഷം, 11 മണിക്കും ഒരാൾ 11 മണിയായപ്പോൾ മമ്മൂട്ടിയുടെ പുത്തൻ സിനിമയെക്കുറിച്ചുള്ള ഫേസ്ബുക്കിനകത്ത് ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ പോസ്റ്റ് ചെയ്തു. അതിനുശേഷം തൊട്ട് പിന്നാലെ തന്നെ മോഹൻലാൽ ഋഷഭയുടെ സോങ് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റും ചെയ്തു. ഇത് നന്നായോ എന്ന് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇതൊരിക്കലും ഇപ്പം ചെയ്യുന്നത് നന്നായില്ല. കാരണം ഇതിപ്പോൾ നാളെ ഇറങ്ങാം, വേണമെങ്കിൽ നാളത്തേക്ക് അത് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കാം. നാളെ രാവിലെ, ഇന്ന് രാത്രിയിലോ നാളെ വിട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ല. 1 മണിക്കൂർ തികയാൻ വേണ്ടി നോക്കിയിരിക്കേണ്ട ആവശ്യകത എന്താണ്? ഇത് വൈറലായി തീ പിടിക്കുമോ? അങ്ങനെയുള്ള അനൗൺസ്മെന്റുകളൊന്നും അല്ല ഇത്. അന്നേരം ഇത് യഥാർത്ഥത്തിൽ ഒരു നാണക്കേടാണ്. ഇത് കേരള ജനതയ്ക്ക് തന്നെ ഇവർ രണ്ടുപേരും കാണിച്ച്, ഇവർ മാതൃകയാകേണ്ടവരല്ലേ. ഇവർ പല കാര്യങ്ങൾക്കും മാതൃകയാണ് എപ്പോഴും. ഇവർ ഈ കാണിച്ചത് മോശമായി പോയി, നാണക്കേടായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കാരണം ഈ ഒരു അവസരത്തിൽ അനുയോജ്യമായ ഒരു കാര്യമല്ല ഇവർ ചെയ്തത്. കാരണം മമ്മൂട്ടിയും മോഹൻലാലും എന്ന് പറയുന്നത് ഞാൻ പറയില്ലേ, നമ്മൾ കാണുന്നവരെ രണ്ട് വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആക്ടേഴ്സായിട്ട് മാത്രമല്ല, രണ്ട് ഗംഭീര പേഴ്സണാലിറ്റികളായിട്ടുള്ളതാണ്. പല കാര്യങ്ങളുടെ ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേഷനൊക്കെയാണ്. ഇവർ ഈ കാണിച്ചത് സത്യം പറഞ്ഞാൽ അങ്ങേയറ്റം മോശമായിപ്പോയി, നാണക്കേടായിപ്പോയി. ഇനിയും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുതേ എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അപേക്ഷിക്കേണ്ടി വരുന്നത് ഒരു പ്രേക്ഷകൻ്റെയൊക്കെ അവസ്ഥ ശോകമാണ്. എന്നാൽ പോലും ഇന്ന് രാത്രിയിലോ നാളെയോ ചെയ്തിരുന്നെങ്കിൽ ഇതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു മണിക്കൂറിനിടയിൽ ഇത് ചെയ്തത് അങ്ങേയറ്റം മോശം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇവർ രണ്ടുപേരും ചെയ്തത് ന്യായമാണോ അല്ലയോ?